ഈ കൊച്ചൊരു മണ്ടി തന്നെ, ഞാൻ പറഞ്ഞതൊക്കെ വിശ്വസിച്ചു. പക്ഷേ നമുക്ക് രണ്ടുപേർക്കും കൂടെ പ്രേതനെ ഇവിടുന്ന് ഓട്ടിക്കാം. പ്രേതന് ബാക്കി കള്ളക്കഥ കൊണ്ട് നാളെ വരും. അതിനു മുമ്പ് എന്തായാലും മുത്തശ്ശി എനിക്ക് പറഞ്ഞു തന്നെ നന്നായി. താങ്ക് യു മുത്തശ്ശി. അതെ മോളെ, അല്ലെങ്കിൽ ഇപ്പൊ പ്രേതനെ കൊണ്ട് എനിക്ക് എന്റെ പേരക്കുട്ടിയെ നഷ്ടപ്പെട്ടേനെ. ആ മോളെ, നമുക്ക് ആ സ്വാമിയുടെ അടുത്ത് പോവാം. ആ സ്വാമിയുടെ വീട് എവിടെയാ മുത്തശ്ശി? സ്വാമിയുടെ വീട് ഈ കാടാ. ഈ കാടിലെ എവിടെയൊക്കെ നമുക്ക് സ്വാമിയെ കാണാൻ പറ്റും. ആണോ? അപ്പൊ നമ്മൾ ഇന്ന് കാട്ടിൽ ഫുള്ള് നടക്കൂ? ഞാനല്ലടി, നീ. നമുക്ക് രണ്ടുപേർക്കും കൂടി കാട് മുഴുവൻ കറങ്ങാം. അത് പിന്നെ മോളെ, മുത്തശ്ശിക്ക് നല്ല കാലുവേദന ഉള്ളത് നിനക്കറിയില്ലേ? അതുകൊണ്ട് മോള് വേണം കാടിനുള്ളിൽ പോയി ആ സ്വാമിയെ കൊണ്ടുവരാൻ. മുത്തശ്ശി, ഞാനൊറ്റയ്ക്ക് എങ്ങനെയാ പോവാ മുത്തശ്ശി? മോൾക്ക് അറിയുന്നതല്ലേ, മുത്തശ്ശിയുടെ കാലുകൾ കൊണ്ട് നടക്കാൻ കഴിയില്ല. അതുകൊണ്ട് മുത്തശ്ശി പുഴക്കരയിൽ മോളെ കാത്തിരിക്കാം. മോള് കാടിനുള്ളിൽ പോയി സ്വാമിയെ വിളിച്ചുകൊണ്ട് വാ. അത് വേണം മുത്തശ്ശി, എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാ. മോളെ, മുത്തശ്ശിയുടെ കാലുകൾ കൊണ്ട് ഒരു അടി പോലും നടക്കാൻ കഴിയില്ല. മോള് തന്നെ പോയിക്കോ ഉൾക്കാടിലേക്ക്. മുത്തശ്ശിനെ കൊണ്ട് വയ്യ. പിന്നെ ആ സ്വാമിജിക്ക് മുത്തശ്ശി ഇഷ്ടവുമല്ല. മോളെന്റെ കുറ്റങ്ങളൊക്കെ സ്വാമിജിയോട് പറഞ്ഞു കൊടുത്തില്ലേ? ഇനിയിപ്പോ അയാൾക്ക് എങ്ങനെ എന്നെ ഇഷ്ടപ്പെടും? എന്റെ പൊന്നുമോൾ പോയിട്ട് വാ, മുത്തശ്ശി ഇവിടെ ഇരിക്കാം. നന്നായി ഉൾക്കാട്ടിലേക്ക് പോയാ സ്വാമിയെ കാണാൻ പറ്റും. പക്ഷെ അവിടെ ഭീകരജീവികളൊക്കെ ഉണ്ടാകില്ലേ? ഉണ്ടാകോ അറിയില്ല. ഇല്ല, ഉണ്ടാകില്ല. മോളെ ധൈര്യമായിട്ട് പോയിട്ട് വാ. ഈ മുത്തശ്ശിക്ക് വേണ്ടിയല്ലേ? മുത്തശ്ശിക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യും? മുത്തശ്ശി ഇത്രയും കാലം എന്നോട് സ്നേഹം ഒളിപ്പിച്ചു വെച്ചിട്ട് ഇപ്പോഴല്ലേ എന്നോട് സ്നേഹം കാണിക്കുന്നേ? ഞാൻ മുത്തശ്ശിക്ക് വേണ്ടി എന്തും ചെയ്യും. മുത്തശ്ശിക്കാരോ, മുത്തശ്ശിയുടെ സ്നേഹം കിട്ടാൻ വേണ്ടിട്ട് മാളോട് എത്ര കൊതിച്ചിട്ടുണ്ടെന്ന്? ആണോ മോളെ? ഇനി മുതൽ മുത്തശ്ശിയുടെ സ്നേഹം കൊണ്ട് മോളെ ഞാൻ അങ്ങ് പൊതിഞ്ഞു കളയും. ഈ പ്രേതം ഒന്ന് പോയിക്കോട്ടെ. അതെ മുത്തശ്ശി, പക്ഷെ കാട്ടിനുള്ളിലേക്ക്. നീ പോയിക്കോ മോളെ, മുത്തശ്ശി ഇവിടെ നിന്ന് നോക്കിക്കോളാം. നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പല ജീവികളെയും നീ കാണാൻ പോകുന്നേ. ആളുട്ടി, ആ കാട്ടിനുള്ളിൽ പോയാൽ തിരിച്ചു വരാൻ അസാധ്യമാണ്. പിന്നെ അഥവാ നീ വന്നാ ആ സ്വാമിയും കിട്ടും, പ്രേതത്തെയും അയക്കാം. എന്തായാലും സ്വാമിയെ വിളിക്കാൻ വേണ്ടി ഞാൻ ആ കാട്ടിൽ പോയി എന്റെ ജീവന് ഭീഷണിയാവില്ല. പ്രേതത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ നീ തന്നെ മതി. നീ ഇല്ലാതായ തന്നെ ആ പ്രേതം ആരുടെ ദേഹത്ത് കയറുന്ന? കാട്ടിനുള്ളിൽ പോയി നീ കഷ്ടപ്പെട്. അവിടെ എത്രത്തോളം ജീവികൾ ഉണ്ടാവും നിനക്കറിയില്ല. കടുവ, പുലി, ആന, പാമ്പ് എല്ലാം ഉണ്ടാകും അവിടെ. നിനക്ക് അവിടുന്ന് തിരിച്ചു വരണമെന്ന കാര്യം അസാധ്യമാണ്. ഈ പുഴയേക്കാൾ ഭീകരമാണ് ഈ ഉള്ളിലുള്ള കാട്. ആ സ്വാമിജിക്ക് വട്ട കാട്ടിനുള്ളിലാണ് ജീവിക്കുന്നേ. അയാളെ കണ്ടാ നിന്റെ ഭാഗ്യമാളൂട്ടി. ഇത്രയും കാലം നിന്റെ കളിയല്ലായിരുന്നു, ഇനി ഞാനൊന്ന് കളിക്കട്ടെ. സ്വാമിജി, താങ്കളാൽ കഴിയുന്ന സഹായം ഞങ്ങളോട് ചെയ്യണം. അതിന് വേണ്ട എത്ര പ്രതിഫലം വേണമെങ്കിലും ഞാൻ തരാം. ഞാനൊരിക്കലും പ്രതിഫലം ആഗ്രഹിച്ചിട്ടില്ല ആളുകളെ സഹായിക്കുന്നത്. എന്റെ കർമ്മമാണ് ആളുകളെ സഹായിക്കുന്നത്. സ്വാമിജി, കാട് വിട്ട് ആര് വിളിച്ചാലും പോകാറില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ എന്തുകൊണ്ടാണ് ഞാൻ വിളിക്കാതെ പോലും ഇങ്ങോട്ട് വന്നത്? അതിനൊരു കാരണമുണ്ട്. അതിനെല്ലാം കാരണം ഒരു കൊച്ചുകുട്ടിയാണ്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. ഇപ്പോൾ ഇവൾക്കുണ്ടായ മാറ്റം എന്താണെന്ന് പറഞ്ഞാലും. ഈ ദിവസം ഞാൻ ഇവളുടെ ഭർത്താവിനുമായുള്ള ബന്ധം പിരിഞ്ഞു എന്നും മകളുമായൊരു ബന്ധമില്ല എന്നും ഇവിടെ നിന്ന് പറഞ്ഞു. പക്ഷെ അതവൾക്ക് കേൾക്കാൻ സാധിച്ചു. അതിനവൾ റിയാക്ട് ചെയ്തു. മോളെ മാളൂട്ടി മാളൂട്ടി എന്ന് പറഞ്ഞ് ഇങ്ങനെ കിതയ്ക്കുന്ന രീതിയിൽ സംസാരിച്ചു. ശരീരം ആകെ ഇളകി. പക്ഷേ പിന്നീട് അവള് ആ സ്റ്റേജിലേക്ക് പോവുകയും ചെയ്തു. മാളൂട്ടെ കാണണമെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ അവൾക്ക് കാണിച്ചു കൊടുത്തില്ല? സ്വാമിജി, അത് പിന്നെ ഞങ്ങൾ അത്ര രസത്തിലല്ല അവരുമായിട്ട്. വൈരാഗ്യം അല്ലേ? പക അല്ലേ? ഇങ്ങനെ ഒരു കുടുംബത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടില്ല. നിങ്ങൾ പറഞ്ഞ ആ കൊച്ചുകുട്ടി, ആ മാളൂട്ടി, അവക്ക് വേണ്ടിയിട്ട് മാത്രമാ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. ആ കൊച്ചിന് ആകെയുള്ളത് ഈ ഒരു അമ്മ മാത്രമാ. അവളാണെങ്കിൽ ഈ അവസ്ഥയിൽ. സ്വാമിജിക്ക് അറിയാലോ, എന്റെ ഇഷ്ടമില്ലാതെയാ ഇവർ വിവാഹം കഴിച്ചത്. എന്നിട്ടും ഇവൾക്ക് സന്തോഷ ജീവിതം കിട്ടിയോ? ഇല്ല. അവളുടെ അമ്മായിമ്മ എന്ത് ക്രൂരയായിരുന്നു. എന്റെ മകള് എങ്ങനെയാവാൻ കാരണം അവരാണെന്ന് എനിക്ക് സംശയമുണ്ട്. ഇതിൽ ആ കൊച്ചുകുട്ടി എന്ത് തെറ്റാ ചെയ്തത്? വൈരാഗ്യമാവാം, പക്ഷെ അത് കുഞ്ഞു പൈതലിനോടല്ല. നിങ്ങളൊക്കെ എന്ത് മനുഷ്യരാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അത് പിന്നെ സ്വാമി, ഞാൻ വേണോന്ന് വെച്ച് എനിക്കിനി എന്റെ മകളെ വിട്ടുകൊടുക്കാൻ കഴിയില്ല. അവളൊരു പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ അവസ്ഥയിൽ നിന്ന് അവള് പഴയ ജീവിതത്തിലേക്ക് വരുന്ന? അതും അവളുടെ ഒരു ആഗ്രഹങ്ങളെ പോലും സാധിച്ചു കൊടുക്കാതെ, അവളുടെ മനസ്സിന് സമാധാനം നൽകാതെ. സ്വാമി, ഞാനിനി എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ പറഞ്ഞാലും നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ചെയ്തോളാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാളൂട്ടിയെ ആ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം. ആ ദുഷിച്ച സ്ത്രീയുടെ കൂടെ അവരെ നിർത്തരുത്. സത്യം പറയാലോ, എനിക്കിത് പറയാൻ ഒരു പേടിയുമില്ല. കാരണം അവരുടെ അതേപോലെ തന്നെയാ എനിക്ക് നിങ്ങളെയും തോന്നുന്നേ. അവരുടെ അതേ മനോഭാവം, കൊച്ചു കുഞ്ഞിനോട് ദേഷ്യം, സ്വന്തം മക്കളോട് ദേഷ്യം, വാശി, ഇതെല്ലാം നിങ്ങൾക്കും ഉണ്ടല്ലോ. പക്ഷെ ഞാനൊരിക്കലും അവരെ പോലെയല്ല. ഞാനൊരിക്കലും ആരെയും അവർ ദ്രോഹിക്കുന്ന പോലെ ദ്രോഹിക്കത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തെളിയിച്ച് കാണിക്കോ? മാളൂട്ടി ഇവിടെ കൊണ്ടുവന്ന് നോക്കി. അത്
ഇവിടെ എല്ലാവർക്കും സമ്മതമാവണമെന്നില്ല. എനിക്ക് ആ കുട്ടിയോട് ഒരു ദേഷ്യവുമില്ല. എന്നാൽ ഞാൻ പറയുന്നത് കേൾക്കൂ. മാളൂട്ടിയെ ഇപ്പോൾ തന്നെ പോയി കൊണ്ടുവരൂ ഇങ്ങോട്ട്. ആ, ഇന്ന് വൈകുന്നേരം തന്നെ പോകാം. ജയേഷ് ഒന്ന് വന്നോട്ടെ. അതാ നല്ലത്. നിങ്ങൾക്ക് നിങ്ങളുടെ മകൾ തിരിച്ചു വേണമെന്നുണ്ടെങ്കിൽ അവളുടെ മകളെ അവളുടെ കൂടെ നിർത്തണം. ഇവളുടെ മനസ്സിന് സമാധാനം നൽകണം. മാളൂട്ടി, കണ്ടോ, ഈ ഒരു അവസ്ഥയിലും അവൾ പറയുന്ന പേര് അവളുടെ മോളുടേതാ. അതുകൊണ്ട് ഇതിന്റെ ഏറ്റവും നല്ല മറുമരുന്ന് അവളുടെ മകൾ തന്നെയാ. പോയി കൊണ്ടുവരൂ ആ നരകത്തിൽ നിന്ന കുട്ടിയെ. സ്വാമി, അതല്ല, അവളുടെ അച്ഛൻ വിട്ടാലല്ലേ കൊണ്ടുവരാൻ പറ്റൂ. നിങ്ങൾക്ക് ഇങ്ങനെ അവളെ എടുത്തുകൊണ്ട് വരാൻ പറ്റും? അയ്യോ, ഇവളുടെ ഭർത്താവ് വിട്ടിട്ടാണോ നിങ്ങള് ഇവളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്? അതെ, പക്ഷെ അവൻ മാളൂട്ടിയും കൊണ്ടുപോകാൻ പറഞ്ഞിരുന്നു. എന്തുകൊണ്ട് നിങ്ങൾ കൊണ്ടുവന്നില്ല? അത് എനിക്ക് സത്യം പറയാലോ, എനിക്ക് ആ കുഞ്ഞിനെ ഇഷ്ടമല്ല. അവൾക്കും അവളുടെ മുത്തശ്ശിയുടെ സ്വഭാവം ആവാനാ സാധ്യത. അത് ശരിയാ, നിങ്ങളുടെ സ്വഭാവം സാധ്യതയുണ്ട്.